ആളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഉറക്കത്തിൽ കാർ ആക്സിഡൻ്റ് ആവുന്നത് കണ്ടിട്ട് ഞെട്ടി എണീക്കുന്നു. പിന്നീട് ഉറക്കം കിട്ടാത്തൊരവസ്ഥയാണ്. അതേപോലെ തന്നെ കാറിലോ അതേപോലെ മറ്റ് വണ്ടികളിലൊന്നും യാത്ര ചെയ്യാൻ പറ്റണില്ല. ഈ സിംറ്റംസ് ഒന്നിൽ കൂടുതൽ എണ്ണം 1 മാസത്തിൽ കൂടുതലായിട്ട് കാണുന്ന സമയത്താണ് നമ്മളിതിനെ PTSD ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇത് ഭാവിയിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ് തുടങ്ങിയിട്ട് സൂയിസൈഡിലേക്ക് വരെ നമ്മളെ കൊണ്ടെത്തിക്കാം. ഹലോ, ഞാൻ വിസ്മയ, കോൺവോ വെൽനസ് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കും അല്ലേ? നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് മാനേജ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ചില സമയത്ത് എന്തെങ്കിലും ട്രോമ വരികയാണെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിലും നമ്മളുടെ ചിന്തകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുള്ളതായിട്ട് ശ്രദ്ധിക്കാറില്ലേ? പെട്ടെന്ന് ദേഷ്യം വരിക, ഉറക്കത്തിൽ ഞെട്ടി എണീക്കുക, പല കാര്യങ്ങളും മറന്നു പോവുക തുടങ്ങിയതൊക്കെ കാണാറില്ലേ? ഇങ്ങനെ എന്തെങ്കിലും ട്രോമ നടന്നിട്ട് 1 മാസത്തിൽ കൂടുതലായിട്ട് ഇത്തരം സിംറ്റംസ് കാണിക്കുമ്പോഴാണ് നമ്മൾ അതിനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ഒരു ട്രോമ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ അടുത്ത ഏതെങ്കിലും ബന്ധുവിൻ്റെ മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് മുന്നിൽ പെട്ടെന്ന് കാണുകയോ അതേപോലെ തന്നെ ഫിസിക്കലിയോ സെക്ഷലോ വെർബലോ എന്തെങ്കിലും അബ്യൂസുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതേപോലെ കൊറോണ പോലെയുള്ള എന്തെങ്കിലും പാൻഡമിക് ഉണ്ടാവുകയോ ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള PTSD ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വന്നു. ആളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഉറക്കത്തിൽ കാർ ആക്സിഡൻ്റ് ആവുന്നത് കണ്ടിട്ട് ഞെട്ടി എണീക്കുന്നു. പിന്നീട് ഉറക്കം കിട്ടാത്തൊരവസ്ഥയാണ്. അതേപോലെ തന്നെ കാറിലോ അതേപോലെ മറ്റ് വണ്ടികളിലൊന്നും യാത്ര ചെയ്യാൻ പറ്റണില്ല. ഇതിൻ്റെ കൂടെ തന്നെ പല കാര്യങ്ങളും മറന്നു പോവുക, എന്തെങ്കിലും കുഞ്ഞു ശബ്ദം കേട്ടാൽ തന്നെ ഞെട്ടിപ്പോവുക, ഇങ്ങനത്തെ കംപ്ലയിൻസുമായിട്ടാണ് ആൾ വന്നിട്ടുള്ളത്. നോക്കുന്ന സമയത്ത് 3 മാസം മുന്നേ ഇയാൾ നേരിട്ടിട്ട് ഒരു കാർ ആക്സിഡൻറ്റ് മുന്നിൽ കണ്ടായിരുന്നു. അതിനുശേഷമാണ് ആൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ PTSD ഉള്ള ആളുകളിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സിംറ്റംസ് ആണ് കാണിക്കുക. ഒന്ന് എന്ന് പറയുന്നത് ഇൻട്രൂസീവ് ഇമേജസ്, അതായത് ഈ ഒരു ട്രോമയെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ മനസ്സിലൂടെ എപ്പോഴും ഇങ്ങനെ വരിക. അതേപോലെ തന്നെ ഈ ട്രോമ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡൻസ് ആണ്. ഈ ഒരു ട്രോമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളോ സാധനങ്ങളോ അതേപോലെ വ്യക്തികളെയോ ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാണിച്ചു വരുന്ന സിംറ്റം. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് ആണ്. ഇവരുടെ മനസ്സിൽ എപ്പോഴും ഭാവിയെക്കുറിച്ചും ഒരു ഹെൽപ്ലെസ്നെസ് അല്ലെങ്കിൽ ആൾക്കാരെക്കുറിച്ച് തന്നെക്കുറിച്ചൊക്കെ ഫുൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ഉണ്ടാവുക. നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറോസൽ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും കുഞ്ഞു ശബ്ദങ്ങൾ കേട്ടാൽ തന്നെ പെട്ടെന്ന് ഞെട്ടുക, കൂടാതെ ഉറക്കമില്ലാത്ത അവസ്ഥ, പെട്ടെന്ന് വിജിലൻ്റ് ആയിരിക്കുക തുടങ്ങിയവയൊക്കെയാണ് നാലാമത്തെ സിംറ്റം എന്ന് പറയുന്നത്. ഈ സിംറ്റംസ് ഒന്നിൽ കൂടുതൽ എണ്ണം 1 മാസത്തിൽ കൂടുതലായിട്ട് കാണുന്ന സമയത്താണ് നമ്മളിതിനെ PTSD ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കോസൽ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ മെൻ്റൽ ഡിസോർഡേഴ്സോ മേജർ ഡിപ്രസീവ് ഡിസോർഡർ പോലെയുള്ള എന്തെങ്കിലും മെൻ്റൽ ഡിസോർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ PTSD വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിലാണ് വളർന്നു വരുന്നത് എങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ട്രോമ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ ഒക്കെ ഈ PTSD ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കൃത്യസമയത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് PTSD മാറ്റാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് ഭാവിയിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ് തുടങ്ങിയിട്ട് സൂയിസൈഡിലേക്ക് വരെ നമ്മളെ കൊണ്ടെത്തിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.